നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്ക ഇസ്രയേലുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ എന്തിനാണ് ഇറാൻ അയൽ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നത്? ഈ ചോദ്യം കേവലം പൊതുവിജ്ഞാന സമസ്യയല്ല. ശീതയുദ്ധകാലത്തും അതിനുശേഷവും അമേരിക്ക ആഗോളതലത്തിൽ നടത്തിയിട്ടുള്ള സാമ്രാജ്യത്വ യുദ്ധങ്ങളുടെ അടിസ്ഥാനം അവർ ലോകമെമ്പാടും സ്ഥാപിക്കുന്ന സൈനിക താവളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഉത്തരം. എത്ര വലിയ കെണിയാണ് സ്വന്തം സഖ്യകക്ഷികൾ എന്ന് കരുതപ്പെടുന്നു. അവർക്കെതിരെ അമേരിക്ക ഒരുക്കി വെച്ചിട്ടുള്ളത് സാമ്രാജ്യത്വ ചതിയുടെ നേർക്കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ 4 ആഴ്ചത്തേക്ക് കുറെ കാലത്തേക്ക് ബാർ റേറ്റിംഗ് നിരോധിച്ചിരിക്കുന്നത് സർക്കാർ അവകാശപ്പെടുന്നത് പോലെ യുദ്ധവാർത്ത റേറ്റിംഗ് കൂട്ടാൻ ഉപയോഗിക്കുന്നതിനായിട്ടല്ല, മറിച്ച് ഇറാൻ തിരിച്ചടിക്കുന്ന വാർത്തകൾ അധികം പ്രേക്ഷകരിൽ എത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ, ഗൾഫ് മേഖലയിൽ സദ്ദാമിന്റെ കാലത്തെ ഇറാഖും ഇറാനും ഒഴിച്ചാൽ മറ്റു രാജ്യങ്ങൾ പലതും അമേരിക്കൻ സൈനിക സന്നാഹങ്ങളുടെ സമുച്ചയങ്ങൾക്ക് സ്വന്തം മണ്ണ് തുറന്നു കൊടുക്കേണ്ടി വന്നവരാണ്. ശീതയുദ്ധകാലത്തെ അവധാതകർക്ക് അവർ തുറന്നു കൊടുക്കേണ്ടി വന്ന ഒരു വലിയ വിലയാണിത്. സൈനിക താവളങ്ങൾ എന്ന് വെറുതെ പറഞ്ഞാൽ തീരില്ല. വലിയ വ്യോമ താവളങ്ങൾ, നാവിക സ്ഥാനങ്ങൾ, സൈനിക ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, പ്രീ പൊസിഷനിങ് ആയുധ വസ്തുസംഭരണശാലകൾ, തുറമുഖ സൗകര്യങ്ങൾ, റഡാർ മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങൾ, താൽക്കാലിക മുൻനിര ഔട്ട്പോസ്റ്റുകൾ, കൂടാതെ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന ഇറാഖ്, ജോർദാൻ, സിറിയ, ടർക്കി തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തന കേന്ദ്രങ്ങൾ എന്നിവ ചേർന്ന ഒരു വ്യാപക ശൃംഖലയായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ അത് നിലകൊള്ളുന്നത്. അമേരിക്കയുടെ തന്നെ ഏറ്റവും സാന്ദ്രവും വിപുലവുമായ വിദേശ ആയുധ മേഖലയാണിത്. അതായത് ഇറാൻ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയാകെ അതിന്റെ തീ പടരട്ടെ എന്ന മുൻ നിശ്ചയത്തോടെ സാമ്രാജ്യത്വം നടപ്പിലാക്കിയ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഈ അരക്ഷിതത്വം എന്നർത്ഥം. 2025 മധ്യത്തോടെ പശ്ചിമേഷ്യയിൽ ഏകദേശം 40,000 മുതൽ 50,000 വരെ അമേരിക്കൻ സൈനികർ വിവിധ സ്ഥിര താവളങ്ങളിലും ചെറുകിട മുന്നണി കേന്ദ്രങ്ങളിലുമായി വിന്യസിച്ചിരിക്കുന്നത് പ്രമുഖ മാപ്പിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വലിയ സ്ഥിര താവളങ്ങൾ മാത്രമല്ല, ചെറുകിട സൈനിക സൗകര്യങ്ങൾ, വിക്ഷേപ യോഗ്യ കേന്ദ്രങ്ങളായി പ്രവേശന ലോജിസ്റ്റിക്സ് പോയിന്റുകൾ എന്നിവ, നിരീക്ഷണ റഡാർ സ്ഥാനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തി കൂടുതൽ വ്യാപകമായ സൈന്യ ശൃംഖലയാണ് അമേരിക്ക ഗൾഫിൽ സമാഹരിച്ചിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവയായ സ്വന്തം സൈനിക വിന്യാസത്തിനായി ദുരുപയോഗം ചെയ്യുന്ന അമേരിക്ക ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനും ഈ താവളങ്ങൾ ഉപയോഗിക്കുന്നു. സാമ്രാജ്യത്വ താല്പര്യമില്ലാതെ, കുത്തക വിഭവാധികാര താല്പര്യമില്ലാതെ മറ്റെന്താണ് ഇതിനെ ന്യായീകരിക്കാനുള്ളത്? തദ്ദേശീയരായ മനുഷ്യർക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ വന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, മലയാളികൾ അടക്കമുള്ള തൊഴിലാളികൾ, വിദേശത്തേക്കും അരക്ഷിതത്വവും ഭീതിയും സൃഷ്ടിക്കുന്ന സാമ്രാജ്യത്വ ഇടപെടലിനെ ഖൊമൈനിയുടെ തീരണി എന്ന ഏക വ്യവഹാരതയിലേക്ക് ചുരുക്കുന്നത് അല്പബുദ്ധിയല്ല, കാഞ്ഞ സാമ്രാജ്യത്വ ബുദ്ധിയാണ്. ഖത്തറിന്റെ കാര്യമെടുക്കാം. ഇതിന്റെ ഭീകരത ശ്രദ്ധിക്കേണ്ടത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ ഹൃദയം ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ആണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായി കണക്കാക്കപ്പെടുന്ന ഈ കേന്ദ്രം വെറുമൊരു എയർബേസ് മാത്രമല്ല, US സെൻട്രൽ കമാൻഡിന്റെ വ്യോമപ്രവർത്തന നിയന്ത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിർണായക സൈനിക കമാൻഡ് കേന്ദ്രവുമാണിത്. അതിനൊപ്പം ഖത്തറിലെ ക്യാമ്പ് അസ് സൈലിയെ പോലുള്ള ലോജിസ്റ്റിക്സ് കേന്ദ്ര
സൗകര്യങ്ങളും അമേരിക്കൻ സൈനിക വിന്യാസത്തെ പിന്തുണയ്ക്കുന്ന ഘടനയുടെ ഭാഗമായാണ് നിലകൊള്ളുന്നത്. ഇനി ബഹ്റൈനിലെ കാര്യവും വ്യത്യസ്തമല്ല. അവിടെയും അമേരിക്കയുടെ നാവിക സാന്നിധ്യം സജ്ജമാണ്. ഏറ്റവും നിർണായകമായത് മനാമയിൽ സ്ഥിതി ചെയ്യുന്ന നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി ഓഫ് ബഹ്റൈൻ, അതായത് ബഹ്റൈൻ്റെ അമേരിക്കയുടെ ഫിഫ്ത്ത് ഫ്ലീറ്റായ ആസ്ഥാനം തന്നെയും ചേർന്ന് അമേരിക്കയുടെ പേർഷ്യൻ ഗൾഫ്, അറേബ്യൻ കടൽ, ചുറ്റുമുള്ള സമുദ്രപാതകൾ എന്നിവയിലെ നാവിക മേൽനോട്ടത്തിന്റെ കേന്ദ്രവുമായി പ്രവർത്തിക്കുന്നു. ബഹ്റൈന്റെ ഭൗമസ്ഥാനം തന്നെ ഈ താവളത്തെ അത്യന്തം അപകടകരമാം വിധം പ്രാധാന്യമുള്ളവയാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിനും ഗൾഫ് കടൽ ഗതാഗതത്തിനും അടുത്തുള്ള ഈ കേന്ദ്രത്തിൽ നിന്നാണ് അമേരിക്കയുടെ സമുദ്ര സാന്നിധ്യവും കപ്പൽ ഗതാഗത സുരക്ഷയും ഭാഗികമായി നിർണ്ണയിക്കപ്പെടുന്നത്. അതിനാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സാമ്രാജ്യത്വ ശൃംഖലയിൽ ബഹ്റൈൻ ഒരു നാവിക ഹബ്ബ് എന്ന നിലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി കുവൈറ്റിന്റെ കാര്യമായാലും അമേരിക്കയുടെ കരസേന ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങളിലേക്കുള്ള പ്രധാന കവാടമാണ് കുവൈറ്റ് ക്യാമ്പ് ആരിഫ് ഖജാൻ, അലി അൽ സലേം എയർബേസ് ക്യാമ്പ്, ബ്രൂഹിൻ അഹമ്മദ് അൽ ജാബർ തുടങ്ങിയ കേന്ദ്രങ്ങൾ അമേരിക്കൻ കരസേനയുടെ വ്യോമ പിന്തുണ, സപ്ലൈ റൂട്ടുകൾ, ഇറാഖിലേക്കും മറ്റും നീങ്ങുന്ന സൈനിക സജ്ജീകരണങ്ങൾ എന്നിവയ്ക്കുള്ള താവളങ്ങളാണ്. കുവൈറ്റ് ഗൾഫിന്റെ പടിഞ്ഞാറൻ കരയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇറാനും ഇറാഖും ഉൾപ്പെടുന്ന വിപുലമായ യുദ്ധഭൂപ്രദേശങ്ങളിലേക്കുള്ള അമേരിക്കയുടെ കരവ്യോമ പ്രവേശന കേന്ദ്രങ്ങളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. യുണൈറ്റഡ് അറബ്, അതായത് UAE സ്ഥിതി ചെയ്യുന്ന അൽ ദഫ്ര എയർബേസ് അമേരിക്കയുടെ വ്യോമ നിരീക്ഷണത്തിനും ഡ്രോൺ ഓപ്പറേഷനുകൾക്കും ദീർഘപരിധിയിലുള്ള വിമാന പ്രവർത്തനങ്ങൾക്കും അത്യന്തം പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനൊപ്പം ജബൽ അലി തുറമുഖം അമേരിക്കൻ നാവികസേനയ്ക്ക് വിദേശത്തുള്ള ഏറ്റവും തിരക്കേറിയ ലോജിസ്റ്റിക്സ് തുറമുഖ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. UAEയുടെ അമേരിക്കൻ പങ്കാളിത്തവും വെറും സൈനിക ഹോസ്റ്റിംഗിൽ ഒതുങ്ങുന്നില്ല. നിരീക്ഷണം, വായു മലിനീകരണ നിയന്ത്രണം, കടൽ മാർഗ സുരക്ഷ, പ്രാദേശിക ശക്തി പ്രക്ഷേപണം എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങളായിട്ടാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇനി സൗദി അറേബ്യയിലെ അമേരിക്കൻ സാന്നിധ്യം ഒന്നാം ഇറാഖ് യുദ്ധത്തിന്റെ കാലം മുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രിൻസ് സുൽത്താൻ എയർബേസ് പോലുള്ള കേന്ദ്രങ്ങൾ കൂടാതെ എസ്കാൻ വില്ലേജ് പോലുള്ള കമാൻഡ് സൗകര്യങ്ങളും ഗൾഫിലെ അമേരിക്കൻ സൈനിക താവള സംഘടനയിൽ ഉൾപ്പെടുന്നു. യമനിലെ ഹൂതി ആക്രമണങ്ങൾ, ഇറാൻ സൗദി സംഘർഷങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സൗദിയിലെ വ്യോമ പ്രതിരോധ സഹകരണ സംഘടനകൾ അമേരിക്കയെ വിപുലീകരിച്ചിട്ടുണ്ട്. സൗദി അമേരിക്കയുടെ ഫോർവേഡ് ഫ്രണ്ട്സിന്റെ ഏക കേന്ദ്രമല്ല എങ്കിലും മിസൈൽ പ്രതിരോധം, വ്യോമ നിരീക്ഷണം, സ്ട്രാറ്റജിക് പോലെ മേഖല ഗതാഗത കോർപ്പറേഷനിൽ എന്നിവയ്ക്ക് സൗദിയെ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഒമാനും അമേരിക്ക നിർജ്ജലം ഉപയോഗിക്കുന്ന ആക്സസ് ലോജിസ്റ്റിക്സ്, അതായത് നിർബന്ധിത പങ്കാളിയാണ്. കടൽമുഖവും ഹോർമോസിനെ പോലുള്ള സമുദ്രപ്രവേശനങ്ങളും കൈവശം വയ്ക്കാൻ അമേരിക്കയെ സഹായിക്കുന്നു. ഇവ വൻ സൈനിക താവളങ്ങൾക്ക് പകരം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ആക്സസ് പോയിന്റുകൾ എന്ന നിലയിലേക്കാണ് ഒമാനിലെ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. സാമ്രാജ്യത്വ ഗൾഫ് യുദ്ധത്തിന്റെ ഒമാന്റെയും പ്രാധാന്യം ചെറുതല്ല. വൈഡർ മിഡിൽ ഈസ്റ്റ് സൈനിക ശൃംഖലയെയും ഇതോടൊപ്പം പ്രാധാന്യമാണ്. അതിലാണ് ഇറാഖിലെ എയ്ൻ അൽ അസാദ്, എർബിൽ പോലുള്ള കേന്ദ്രങ്ങൾ, ജോർദാനിലെ സൈനിക സൗകര്യങ്ങൾ, സിറിയയിലെ അൽ തൻഫോ പോലുള്ള ഔട്ട്പോസ്റ്റുകൾ, ടർക്കിയിലെ ഇൻസൻട്ലിക്
യുറജിക് പോലുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നത് ഈ ഗൾഫ് അറബ് രാജ്യങ്ങൾക്കുള്ളിൽ ഇല്ലെങ്കിലും ഇറാനെ നിരീക്ഷിക്കുന്നതിലും ഇറാഖ് സിറിയ ഭൂഭാഗങ്ങളിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കുന്ന മിസൈൽ പ്രതിരോധ റഡാർ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതിലും നിർണായകമാണ്. അതിനാലാണ് ചില വിദേശ വിശകലനങ്ങളിൽ ഗൾഫ് മേഖലയിൽ 30-ലധികം അമേരിക്കൻ സൗകര്യങ്ങൾ എന്ന വാചകം വരുന്നത്. അത് ഗൾഫ് കോർ മേഖലയിലെ വലിയ താവളങ്ങളെ മാത്രം അല്ല, അവയോടൊപ്പം പ്രവർത്തിക്കുന്ന ചുറ്റുപാട് ഉള്ള സൈനിക കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശാല തന്ത്രപ്രദേശത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ സമ്പൂർണ്ണ ശൃംഖലയുടെ സൈനിക രാഷ്ട്രീയ ലക്ഷ്യം ആർക്കാണ് വ്യക്തമാവാത്തത്? ഒന്നാമതായി ഹോർമൂസ് കടലിനെയും ഗൾഫ് സമുദ്രപാതകളെയും നിരീക്ഷിച്ച് ആഗോള എണ്ണ വിതരണത്തിന്റെ മേൽനോട്ടം തങ്ങളുടെ വരുതിയിലാക്കുക എന്നതാണ്. രണ്ടാമതായി ഇറാൻ, ഇറാഖ്, യമൻ, ലെവന്റ് മേഖല എന്നിവിടങ്ങളിൽ അസ്ഥിരത്വം സൃഷ്ടിക്കുകയും ഏതെങ്കിലും പ്രാദേശിക പ്രതിരോധത്തെ ഭീഷണിയെന്ന് മുദ്രകുത്തി വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന അഗ്രസീവായ ഒരു മുൻനിര സൈനിക വിന്യാസം നിലനിർത്തുക എന്നതാണ് ഈ ലക്ഷ്യം. മൂന്നാമതായി ഡ്രോണുകൾ, മിസൈലുകൾ, സമുദ്ര ആക്രമണങ്ങൾ, പ്രോക്സി, മിലീഷ്യ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ രീതിയിലുള്ള പ്രതിരോധ സാധ്യതകളെ നേരിടാൻ വ്യാപകവും ബഹുമുഖവുമായ പരസ്പര ബന്ധമുള്ള താവളം പോലെ സ്ഥിരപ്പെടുത്തുക എന്നതാണ്. അതിനാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെ കുറിച്ചുള്ള ശരിയായ ധാരണ ഇങ്ങനെ ആയിരിക്കണം എന്ന് അവർക്കറിയാം. ഇത് ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വലിയ സൈനിക കേന്ദ്രങ്ങളാൽ മാത്രം നിർവചിക്കപ്പെടുന്ന സംവിധാനമല്ല, മറിച്ച് നാവികം, വ്യോമം, ലോജിസ്റ്റിക്സ്, ഇന്റലിജൻസ്, മിസൈൽ പ്രതിരോധം, സമുദ്ര പൊതുഗതാഗതം, മേഖലാത്മകമായ ശക്തി പ്രക്ഷേപണം എന്നിവയെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന പാളികളുള്ള ഒരു സാമ്രാജ്യത്വ സൈനിക അടിസ്ഥാന സൗകര്യമാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഖത്തറിലെ അൽ ഉദൈദ്, ബഹ്റൈന്റെ 5th ഫ്ലീറ്റ്, കുവൈത്തിലെ ലോജിസ്റ്റിക്സ് ക്യാമ്പുകൾ, UAE-യിലെ അൽ ദഫ്രയും ജബലാലിയും, സൗദിയിലെ വ്യോമ പ്രതിരോധ സഹകരണ കേന്ദ്രങ്ങളും, ഒമാനിലെ ആക്സസ് പോയിന്റുകളും, ഇവയോടൊപ്പം ഇറാഖ്, ജോർദാൻ, സിറിയ, ടർക്കി വരെയുള്ള വിപുലമായ സൈനിക ശൃംഖലയും ചേർന്നാലേ ആ സാന്നിധ്യത്തിന്റെ പൂർണ്ണ രൂപം മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ എന്ന വിഷയം ഒരു പട്ടികയുടെ കാര്യമല്ല. അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാമ്രാജ്യത്വ യുദ്ധതന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇറാന്റെ ചുറ്റുമായി കാലാകാലങ്ങളായി വിന്യസിച്ചിട്ടുള്ള സൈനിക സൗകര്യങ്ങളിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ ആ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തെ സഹ മുസ്ലിം രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന എന്ന നിലവിട്ട് അപലപിക്കുന്നത് നിഷ്കളങ്കതയല്ല, തികഞ്ഞ കാപഢ്യമാണ്. ഇനി ഇറാന്റെ തിരിച്ചടിയുടെ വ്യാപ്തി കൂടി നമുക്കൊന്ന് നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലേക്കായി ഇറാൻ ഏകദേശം 4000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന കണക്ക് വെളിപ്പെടുത്തുന്നത്. ചില ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികരും സാധാരണ പൗരന്മാരും കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ ആക്രമണ കേന്ദ്രങ്ങളിൽ ഇറാൻ പ്രധാനമായും ലക്ഷ്യമിട്ടത് അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള പ്രധാന സൈനിക താവളങ്ങളായ മാത്രമായിരുന്നു. ബഹ്റൈന്റെ തലസ്ഥാനമായ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി ഓഫ് ബഹ്റൈൻ എന്ന കേന്ദ്രവും അതോടൊപ്പം പ്രവർത്തിക്കുന്ന US നാവികസേനയുടെ 5th ഫ്ലീറ്റ് ആസ്ഥാനവും ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. ഖത്തറിലെ അൽ
ഉബൈദ് എയർബേസ് എന്ന അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളവും ഇറാന്റെ ലക്ഷ്യങ്ങളിൽ തന്നെയായിരുന്നു. കുവൈറ്റിലെ അൽ അറ്റ് സലീം എയർബേസ് എന്ന മേഖലയിൽ വ്യോമതാവളവും ഇറാന്റെ ആക്രമണ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബിക്ക് സമീപമുള്ള അൽ ദാഫ എയർബേസ് എന്ന അമേരിക്കൻ വ്യോമതാവളത്തെയും ഇറാൻ ആക്രമിച്ചിരുന്നു. UAEക്കെതിരായ വലിയ തോതിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. UAEയുടെ ദിശയിൽ ഏകദേശം 200 ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലേറെ ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇനി ഇറാഖിലെ കുർദിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന എയർബിൽ ഇന്റർനാഷണൽ എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള അമേരിക്കൻ സൈനിക സൗകര്യങ്ങളും അമേരിക്കൻ കോൺസുലേറ്റിനോട് ബന്ധപ്പെട്ട് സുരക്ഷാ കേന്ദ്രങ്ങളിലും ഇറാൻ ആക്രമിച്ചു. സൗദി അറേബ്യയിലെ ചില സൈനിക വ്യവസായ കേന്ദ്രങ്ങളിലേക്കും പ്രത്യേകിച്ച് കിഴക്കൻ പ്രവിശ്യകളിലേക്കും റിയാദ് മേഖലകളിലേക്കും ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന തിരിച്ചടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈനിക താവളങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ മാത്രം ആയിരുന്നില്ല, മറിച്ച് പെർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളം വ്യാപിച്ചിരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ സൈനിക സാന്നിധ്യത്തേക്ക് ഒരേ സമയം ലക്ഷ്യമിടുന്നതാണ്. ഈ ആക്രമണങ്ങൾ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള വ്യാപക സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ആഘാത ദുർബലതയെയും ഇറാന്റെ മിസൈൽ ശേഷിയും ഒരേ സമയം വെളിപ്പെടുത്തുന്നതായി പല സൈനിക രാഷ്ട്രീയ വിശകലനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയിൽ ചൂളുന്ന അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ മനുഷ്യജീവിതത്തെ കൂടുതൽ അരിഷ്ഠിതമാക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് മുതിരുന്നതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ഇറാന്റെ പരിമിതവും എന്നാൽ ശക്തവുമായ പരമാധികാരമായ പ്രതിരോധമല്ല. നീതിയെക്കുറിച്ചുള്ള ഏറ്റവും വിശകലനമായ ഒരു നിഷേധ സങ്കല്പം മാത്രമേ ഇതിൽ ഇറാനെ കുറ്റപ്പെടുത്താൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. യഥാർത്ഥത്തിൽ യുദ്ധം നടത്തുന്നത് പൊതുജനങ്ങളല്ല, അവിടുത്തെ സിവിലിയൻസ് അല്ല. യുദ്ധം ചെയ്യുന്നത് രാഷ്ട്രത്തലവന്മാർ മാത്രമാണ്. പൊതുജനങ്ങളെ വെറുതെ വിട്ടേക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.